നമുക്കെല്ലാം നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു 4 മണി പലഹാരമല്ലേ ഈ തെരളിയപ്പം അഥവാ കുമ്പിളയപ്പം. അതിലേക്ക് നമ്മൾക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കാദ്യം വേണ്ടത് ശർക്കരയാണ്. ശർക്കര കട്ടയുടച്ച് ഒരു പാത്രത്തിൽ വെള്ളവും ചേർത്ത് അടുപ്പത്ത് വേവിക്കാൻ വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് ഉരുക്കി കിട്ടും. അത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഉരുക്കിയെടുക്കാൻ. അത് കഴിയുമ്പോൾ കുറച്ച് നേരം കൂടെ ഈ കൺസിസ്റ്റൻസി കിട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കൂടെ അടുപ്പത്ത് തന്നെ വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരളിയിൽ അധികം വെള്ളം ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. വീണ്ടും അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുക്കുക. ഞാനിവിടെ 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഏലക്ക ചതച്ചെടുക്കാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ 1-2 ചേർത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. നമ്മൾ ഒരു മുറി തേങ്ങ, അതായത് ഒരു തേങ്ങാപ്പൂൾ നമ്മൾ ചിരകി ഇതിലേക്ക് ചേർക്കണം. ആവശ്യമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി അതിലേക്ക് പഴം ചേർക്കുക. ഞാനൊരു 1/2 കിലോ പഴം ചേർത്തിട്ടുണ്ട്. പാളയംതോടൻ പഴം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് വീണ്ടും നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചൂടോടെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം മിക്സ്, അതായത് നമ്മൾ തേങ്ങ, ശർക്കര, ഗോതമ്പ് പൊടി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാം ചേരുന്ന വിധം മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കുക. ഒരു ചപ്പാത്തിക്കാട്ടി ഒരു കട്ടിയുള്ള മാവാണ് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഈ തെരളി ഇല വെച്ചിട്ട് കുമ്പിളയപ്പം കുത്തിയോ അല്ലാതെ ഫോൾഡ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, തെരളിയപ്പം തയ്യാർ. ഇനി നമുക്ക് ജസ്റ്റ് അടുപ്പത്ത് വെച്ച് 1/4 മണിക്കൂർ വേവിച്ചാൽ നമ്മളെ സ്വാദിഷ്ടമായ തെരളി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. ഫ്രിഡ്ജിൽ കുറേ നാൾക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്.